സമയം 5 കേട്ടോ. ഇത് രാവിലെയാണ്. ഞാൻ ദേ പല്ലിയേക്കാണ്. അനിയത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അപ്പോൾ അവളുടെ ഹെയർ സെറ്റ് ചെയ്യാനായി ഗ്ലമോറ സരസിയിൽ ശ്രീ എത്തിക്കണം. അപ്പോൾ ഇത് ശ്രീ റെഡിയാവുകയാണ്. ഇത് സാരി ഉടുത്തൊക്കെ റെഡി. 5:15 ചിന്തിച്ചിട്ട് ഗ്ലമോറ സരസ് ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സമയം കണ്ടു. അത്ര കൃത്യനിഷ്ഠമുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ. ആദ്യം അമ്മയുടെ ആക്ടിവയിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പെട്രോൾ ഖതം ഹോകിയ. അതുകൊണ്ട് ഞങ്ങൾ എക്സസ് എടുത്ത് പോയിട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. കാരണം ഞാൻ ഇതുവരെ അവളുടെ 2 വീലർ ഓടിച്ചിട്ടില്ല കേട്ടോ ഒറ്റയ്ക്ക്. അപ്പോൾ ഇത് ഗ്ലമോറ സരസി എത്തി. ശ്രീ ഇറങ്ങി ഒരൊറ്റ ഓട്ടം കേട്ടോ. ഈ ഓട്ടം അവൾ ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിൽ അവൾക്ക് മെഡൽ കിട്ടിയേനെ. അപ്പോൾ അതേ ഞങ്ങൾ എത്തിയ പാടെ സിന്ധു ചേച്ചി വർക്ക് തുടങ്ങി. 6 മണിക്ക് കേട്ടോ ബസ് എടുക്കും എന്ന് പറഞ്ഞത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷെ 6:30 ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് അവളുടെ ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവളുടെ ഇന്നത്തെ ലുക്ക്. സിന്ധു ചേച്ചി സൈഡിൽ മാറ്റി നിർത്തി അവളുടെ ഫ്രണ്ട് ഗിഫ്റ്റിന് അവൾ തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാണ്ട് സിന്ധു ചേച്ചി അവളുടെ ഓരോ കോപ്രായങ്ങളുണ്ട് ചിരിക്കുകയാണ്. ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ നെഞ്ച് പടപടാ ഇടിക്കുകയാണ് കേട്ടോ. എങ്ങനെ തിരിച്ചു പോകും എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും റെഡിയായി കഴിഞ്ഞു. സിന്ധു ചേച്ചിയോട് ബായ്ക്ക് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ ഇട്ടിട്ട് രണ്ടും കൂടി ഓടുന്ന ഓട്ടം കണ്ടോ. എന്തായാലും ഓടി ഒരു ഓട്ടോ പിടിച്ചു. അതിൽ കയറി ടാറ്റാ ബൈയും പറഞ്ഞ് ദേ പോണു. പടച്ചോനെ നിങ്ങൾ കാത്തോളിയെന്നും പറഞ്ഞ് ഞാൻ ഈ ശകടമായിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. വഴിനീള പട്ടികളായിരുന്നു. എന്നാലും സേഫായിട്ട് ഞാൻ എത്തി. ദൈവം സഹായിച്ചു. ഞാൻ പോയപ്പോൾ ഒന്ന് മുതലാണ് കേട്ടോ അമ്മയുടെ കയ്യിലിരിക്കുന്നത്. എന്നെ കണ്ടവിടെ എൻ്റെ അടുത്തേക്ക് ചടിയപ്പോൾ അത്രയുള്ളൂ. സമയം 5 കേട്ടോ. ഇത് രാവിലെയാണ്. ഞാൻ ദേ പല്ലിയേക്കാണ്. അനിയത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അപ്പോൾ അവളുടെ ഹെയർ സെറ്റ് ചെയ്യാനായി ഗ്ലമോറ സരസിയിൽ ശ്രീ എത്തിക്കണം. അപ്പോൾ ഇത് ശ്രീ റെഡിയാവുകയാണ്. ഇത് സാരി ഉടുത്തൊക്കെ റെഡി. 5:15 ചിന്തിച്ചിട്ട് ഗ്ലമോറ സരസ് ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സമയം കണ്ടു. അത്ര കൃത്യനിഷ്ഠമുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ. ആദ്യം അമ്മയുടെ ആക്ടിവയിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പെട്രോൾ ഖതം ഹോകിയ. അതുകൊണ്ട് ഞങ്ങൾ എക്സസ് എടുത്ത് പോയിട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. കാരണം ഞാൻ ഇതുവരെ അവളുടെ 2 വീലർ ഓടിച്ചിട്ടില്ല കേട്ടോ ഒറ്റയ്ക്ക്. അപ്പോൾ ഇത് ഗ്ലമോറ സരസി എത്തി. ശ്രീ ഇറങ്ങി ഒരൊറ്റ ഓട്ടം കേട്ടോ. ഈ ഓട്ടം അവൾ ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിൽ അവൾക്ക് മെഡൽ കിട്ടിയേനെ. അപ്പോൾ ഞങ്ങൾ എത്തിയ പാടെ സിന്ധു ചേച്ചി വർക്ക് തുടങ്ങി. 6 മണിക്ക് കേട്ടോ ബസ് എടുക്കും എന്ന് പറഞ്ഞത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷെ 6:30 ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് അവളുടെ ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവളുടെ ഇന്നത്തെ ലുക്ക്. സിന്ധു ചേച്ചി സൈഡിൽ മാറ്റി നിർത്തി അവളുടെ ഫ്രണ്ട് ഗിഫ്റ്റിന് അവൾ തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാണ്ട് സിന്ധു ചേച്ചി അവളുടെ ഓരോ കോപ്രായങ്ങളുണ്ട് ചിരിക്കുകയാണ്. ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ നെഞ്ച് പടപടാ ഇടിക്കുകയാണ് കേട്ടോ. എങ്ങനെ തിരിച്ചു പോകും എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും റെഡിയായി കഴിഞ്ഞു. സിന്ധു ചേച്ചിയോട് ബായ്ക്ക് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ ഇട്ടിട്ട് രണ്ടും കൂടി ഓടുന്ന ഓട്ടം കണ്ടോ. എന്തായാലും ഓടി ഒരു ഓട്ടോ പിടിച്ചു. അതിൽ കയറി ടാറ്റാ ബൈയും പറഞ്ഞ് ദേ പോണു. പടച്ചോനെ നിങ്ങൾ കാത്തോളിയെന്നും പറഞ്ഞ് ഞാൻ ഈ ശകടമായിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. വഴിനീള പട്ടികളായിരുന്നു. എന്നാലും സേഫായിട്ട് ഞാൻ എത്തി. ദൈവം സഹായിച്ചു. ഞാൻ പോയപ്പോൾ ഒന്ന് മുതലാണ് കേട്ടോ അമ്മയുടെ കയ്യിലിരിക്കുന്നത്. എന്നെ കണ്ടവിടെ എൻ്റെ അടുത്തേക്ക് ചടിയപ്പോൾ അത്രയുള്ളൂ.